മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. അർബൻ സഹകരണ ബാങ്കുകളെ ഒന്നിപ്പിച്ച് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ അംബ്രല്ല ഓർഗനൈസേഷനിൽ കേരളത്തിലെ ബാങ്കുകളില്ല. നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിലാണ് അംബ്രല്ല ഓർഗനൈസേഷൻ തുടങ്ങിയത്. രാജ്യത്തെ എല്ലാ അർബൻ ബാങ്കുകളും ഇതിന്റെ ഓഹരി പങ്കാളികളായി അംബ്രല്ല ഓർഗനൈസേഷന്റെ ഭാഗമാകണമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ അർബൻ ബാങ്കുകൾ ഓഹരി എടുത്തിട്ടില്ല. സഹകരണ മേഖലയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് അംബ്രല്ല ഓർഗനൈസേഷന്റെ രൂപീകരണം എന്നതാണ് കേരളത്തിന്റെ നിലപാട്. രാജ്യത്തെ സഹകരണ സ്ഥാപനങ്ങളുടെ വ്യക്തവും കൃത്യവുമായ വിവരങ്ങൾ അടങ്ങിയ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം പ്രദാനം ചെയ്യുന്ന ദേശീയ സഹകരണ ഡാറ്റാബേസ് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെങ്ങുമുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 8 ലക്ഷത്തോളം സഹകരണ സംഘങ്ങളുടെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയതായിരിക്കും ഈ ഡാറ്റാബേസ്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർക്കാരുകളുമായും ദേശീയ സഹകരണ ഫെഡറേഷനുകളുമായും കേന്ദ്ര മന്ത്രാലയങ്ങളുമായും സഹകരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ആവശ്യമായ വിവരശേഖരണം നടത്തിയിരിക്കുന്നത്. പുതുതായി രൂപം കൊണ്ട ദേശീയ അർബൻ സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ വായ്പാ സഹകരണ സംഘങ്ങളെ ബാങ്കുകളാക്കി മാറ്റാൻ സഹായിക്കണമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു. അർബൻ സഹകരണ ബാങ്കുകളുടെ അംബ്രല്ല സംഘടനയുടെ ഉദ്ഘാടനം ശനിയാഴ്ച ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നിർവഹിക്കുമ്പോഴാണ് അമിത് ഷാ ഇക്കാര്യം നിർദ്ദേശിച്ചത്. വായ്പയ്ക്കുള്ള പലിശ നിശ്ചയിക്കുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾക്ക് വിശേഷ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. വായ്പത്തുക മുഴുവൻ തിരിച്ചടച്ച ശേഷം പലിശ നിരക്കിനെ ചോദ്യം ചെയ്യാൻ വായ്പ എടുത്തയാൾക്ക് അവകാശമില്ലെന്ന് ജസ്റ്റിസുമാരായ AS ബൊപ്പണ്ണ, MM സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. നിശ്ചയിച്ച പലിശ നിരക്കിൽ വായ്പ തിരിച്ചടച്ച ശേഷം തന്നോട് കൂടുതൽ പലിശയാണ് വാങ്ങിയതെന്ന് ആരോപിച്ച് അധിക തുക തിരിച്ചു തരണമെന്നാവശ്യപ്പെടാൻ വായ്പക്കാരന് അവകാശമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ക്ഷീരസഹകരണ സംഘങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് മിൽമ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകുന്ന ബില്ല് രാഷ്ട്രപതി ദ്രൗപദി മുർമു തള്ളി. നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരത്തിനായി രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. ഓരോ പ്രാഥമിക ക്ഷീരസംഘത്തിലെയും അംഗങ്ങളായ കർഷകരാണ് അവിടുത്തെ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഭരണസമിതി അംഗങ്ങളുടെ പ്രതിനിധികളാണ് മിൽമ മേഖലാ യൂണിയനുകളുടെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത്. മേഖലാ യൂണിയൻ ഭരണസമിതി തിരഞ്ഞെടുപ്പുകളിലേക്ക് ക്ഷീരസംഘങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് മാത്രമാണ് നിലവിലെ നിയമപ്രകാരം വോട്ടവകാശമുള്ളത്. പ്രാഥമിക ക്ഷീരസംഘങ്ങളുടെ ഭരണസമിതിയെ പല കാരണങ്ങളാൽ പിരിച്ചുവിടുമ്പോൾ സർക്കാർ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കും. എന്നാൽ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് മിൽമ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അത് നൽകാനാണ് സർക്കാർ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത്. ഓൾ കേരള ഡയറി കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഇതുവരെയും ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാത്തവർക്ക് വേണ്ടി സ്പോട്ട് അഡ്മിഷൻ, പെൻഷൻ പദ്ധതിയിൽ ചേർക്കൽ, സർവീസ് ബൂത്ത് പൂർത്തീകരിക്കൽ എന്നിവ ഉൾപ്പെടുത്തി ഓരോ ജില്ലയിലും പ്രത്യേകം അദാലത്ത് സംഘടിപ്പിക്കുന്നു. തൃശൂർ ജില്ലാ കമ്മിറ്റി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഒരുക്കിയ അദാലത്തിൽ ഒട്ടേറെ ജീവനക്കാർക്ക് പരിഹാരം ലഭ്യമായി. 27 ക്ഷീരസംഘങ്ങളിലെ ജീവനക്കാരെ ക്ഷേമനിധിയിൽ ചേർത്തു. കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് അഭിപ്രായപ്പെട്ടു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ വനിതാ വിഭാഗം സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ എല്ലാ മേഖലയിലും ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സഹകരണ മേഖലയെ ഞെക്കിക്കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ കാവിൽ പ്രവർത്തിച്ചിരുന്ന ഖാദി ഗ്രാമോദ്योग അവിടെ നിന്നും മാറി മതിലകം സെന്ററിൽ പുതിയ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷനുകളുമായി ആരംഭിച്ച ഖാദി ഗ്രാമോദ്योग ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടക്കൽ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർക്കായി ഗഹാൻ, മോർട്ട്ഗേജ്, ഡോക്യുമെന്റേഷൻ എന്നീ വിഷയങ്ങളിൽ പരിശീലന ക്ലാസ് നടത്തി. സീനിയർ ഓഡിറ്റർ സുരേഷ് ബാബു തറയിൽ നേതൃത്വം നൽകി. ബാങ്ക് പ്രസിഡന്റ് അലസൻകുട്ടി TP ഉദ്ഘാടനം നിർവഹിച്ചു. നിക്ഷേപ സമാഹരണത്തിൽ കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ബാങ്കിന്റെ ഈവനിംഗ് ശാഖയ്ക്ക് അവാർഡ് നൽകി. തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്ക് ടൂറിസം സഹകരണ സംഘത്തിന്റെ 3ാമത് നീതി മെഡിക്കൽ സ്റ്റോർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് സമീപം പടനിലം റോഡിൽ ആരംഭിച്ചു. മുൻ KPCC സെക്രട്ടറി MA ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് V ജോയ് MLA മുഖ്യാതിഥിയായി. ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് അംഗം R സുഭാഷ് നിർവഹിച്ചു.
ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി മൂന്നാം വഴി online@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.